റാലികളുടെയും പ്രസംഗങ്ങളുടെയും ലോകത്ത് നിന്ന് വളരെ അകലെ ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് സിനിമാ ലോകത്ത് തൻ്റെതായ ഒരിടം കണ്ടെത്താൻ ശ്രമിച്ച വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. ഇന്ന് ബീഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ച് ഉയർന്നു വരുമ്പോൾ പൊതുജീവിതത്തിൽ തന്റെ സ്ഥാനം കണ്ടെത്തുന്നതിന് മുമ്പ് അദ്ദേഹം സഞ്ചരിച്ച അസാധാരണമായ വഴികൾ ആളുകൾ ഓർക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയരായ ദളിത് നേതാക്കളിൽ ഒരാളും ലോക ജനശക്തി പാർട്ടിയുടെ സ്ഥാപകനുമായ രാംവിലാസ് പാസ്വാന്റെ മകനായി ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ വളർന്നിട്ടും അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾ രാഷ്ട്രീയത്തിലേക്കായിരുന്നില്ല. ഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഝാൻസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് കോഴ്സിന് അദ്ദേഹം ചേർന്നു. എങ്കിലും 3-ാം സെമസ്റ്ററിൽ പഠനം ഉപേക്ഷിക്കാൻ ചിരാഗ് തീരുമാനിച്ചു. സൃഷ്ടിപരമായ എന്തെങ്കിലും പര്യവേക്ഷണം ചെയ്യാനുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ അഭിനയത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം. രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രതീക്ഷകളോടെ സിൽവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ആ ഘട്ടം ചിരാഗിന് അധികനാൾ നീണ്ടുനിന്നില്ലെങ്കിലും അത് അദ്ദേഹത്തിന്റെ കഥയിലെ ഒരു പ്രധാന അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. 2011 കങ്കണ റണാവത്തിന്റെ നായകനായി അഭിനയിച്ച മിലേ നാ മിലേ ഹം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ആ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവച്ചില്ല. ഒരു മോശം സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചതിനാൽ തനിക്ക് മനസ്സിലായെന്ന് ചിരാഗ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം പെട്ടെന്ന് നിലച്ചെങ്കിലും കങ്കണ റണാവത്തുമായുള്ള വ്യക്തിപരമായ ബന്ധം ഇന്നും തുടർന്ന് ഇരുവരും പാർലമെന്റ് അംഗങ്ങളായി സേവനമനുഷ്ഠിക്കുന്നു. 2012 ചിരാഗിന്റെ ജീവിതം വീണ്ടും വഴിമാറി. അച്ഛൻ കെട്ടിപ്പടുത്ത പാത പിന്തുടർന്ന് അദ്ദേഹം LJPയിൽ ചേർന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം പെട്ടെന്നു തന്നെ വിജയകരമായിരുന്നു. 2014 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വിജയമായി അടയാളപ്പെടുത്തിയ ജാമുയി ലോക്സഭാ സീറ്റ് അദ്ദേഹം നേടി. 2019 ആയപ്പോഴേക്കും അദ്ദേഹം LJPയുടെ ദേശീയ പ്രസിഡന്റായി മാറി. എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം ആരംഭിക്കുന്നത് 2020 രാംവിലാസ് പാസ്വാന്റെ മരണശേഷമാണ്. നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിക്കുള്ളിൽ പിളർപ്പ് സൃഷ്ടിച്ചു. ചിരാഗിന്റെ അമ്മാവൻ പശുപതി കുമാർ പരസ് നിരവധി MPമാരുടെ പിന്തുണയോടെ LJP പാർലമെന്ററി നേതാവായി മാറിയപ്പോൾ ചിരാഗ് ലോക ജനശക്തി പാർട്ടി രാംവിലാസ് രൂപീകരിച്ചുകൊണ്ട് പ്രതികരിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LJP RV മത്സരിച്ച 5 സീറ്റുകളിലും വിജയിച്ച് ചിരാഗ് തന്റെ രാഷ്ട്രീയ ശക്തി തെളിയിച്ചു. താമസിയാതെ അദ്ദേഹം മോദി 3.0 സർക്കാരിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയായി കേന്ദ്ര മന്ത്രിസഭയിൽ ചേർന്നു. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗിന്റെ പങ്ക് കൂടുതൽ ശ്രദ്ധേയമായി. ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ജൂനിയർ പങ്കാളിയായി LJP RV കണക്കാക്കപ്പെടുന്നു. NDA അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ LJP RV നിർണായകമായേക്കാം. ഇത് ചിരാഗിന് ഒരു കിങ് മേക്കറായി കണക്കാക്കാൻ കാരണമാകുന്നു. ആദ്യം ബീഹാറി എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം പ്രചാരണത്തിലുടനീളം ആവർത്തിക്കപ്പെട്ടു. തേജസ്വി യാദവിനും നിതീഷ് കുമാറിനും ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള 3ാമത്തെ ഓപ്ഷനായി ചില സർവേകൾ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് ഒരു മത്സരാർത്ഥിയായി സ്വയം സ്ഥാനം പിടിച്ചിട്ടില്ല. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയുടെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെയും ലോകത്ത് നിന്ന് ഒരു ദേശീയ രാഷ്ട്രീയ ശക്തിയായി മാറിയ ചിരാഗ് പാസ്വാന്റെ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അസാധാരണമായ കഥകളിലൊന്നായി അടയാളപ്പെടുത്തപ്പെടുകയാണ്.